ഓക്കെ, നമുക്കപ്പോൾ ഇനി മോഡ്യൂൾ 4 നോക്കാം, കാനീസ് മെത്തേഡ്. ഇത് നമ്മൾ കാനീസ് മെത്തേഡിൽ എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. അപ്പം കാനീസ് മെത്തേഡിൽ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമുക്കപ്പോൾ സ്റ്റെപ്സ് മനസ്സിലാവും. അപ്പം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബീം തന്നിട്ടുണ്ട്, എ ബി സ്പാൻ. 1 മിനിറ്റ്. നമുക്കിവിടെ എ ബി സ്പാൻ തന്നിട്ടുണ്ട്. ആ എ ബി സ്പാനിൽ ഒരു 20 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഹാഫിൽ. പിന്നെ ബി സി സ്പാനിൽ ഒരു UDL പിന്നെ ഒരു 30 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സി ഡി സ്പാനിൽ ഒരു 40 kN ആഡ് ചെയ്യുന്നുണ്ട്. സോ ആസ് ഓൾവേസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് FEM വാല്യൂസ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ FEM വാല്യൂസ് നമ്മൾ FAB, FBA, FBC, FCB ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ എല്ലാം കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. എ ബിയിൽ എന്താണ് W-WL/8, FBA എന്ന് പറയുമ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, കാരണം കറക്റ്റ് നടക്കുക തന്നെയല്ലേ ലോഡിങ്. പിന്നെ അതുപോലെ BC എന്ന് പറയുമ്പം UDL കാരണം ഉള്ളത് കൊണ്ട് അതാണ് ഈ -15 × 6² മൈനസ് പിന്നെ ഈ 30 kN W × A² B/L². അതും നമ്മൾ ഉപയോഗിച്ചു. FBC കിട്ടി. FBC കഴിഞ്ഞാൽ FCB കണ്ടുപിടിക്കണം. FCB UDL സംഭവം സെയിം തന്നെയാണ്, പ്ലസ് ആവുന്നേ ഉള്ളൂ. +15 × 6² ഇത് 30 kN കറക്റ്റ് നടുക്കല്ലാത്തതുകൊണ്ട് മറ്റേ B² A/L² വരും. ഇവിടെ ചെയ്യും. ഇവിടെ A എന്ന് പറയുന്നത് 2 മീറ്ററും 4 മീറ്ററും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യം FEM വാല്യൂസ് കണ്ടുപിടിക്കും. പിന്നെ സി ഡിയിൽ നമ്മൾ അതുപോലെ തന്നെ FEM വാല്യൂസ് കണ്ടുപിടിക്കും. പോസ് ചെയ്ത് വയ്ക്കുക. FEM വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് താഴെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. സോ FEM വാല്യൂവിന് ശേഷം അതായത് നമ്മൾ എല്ലാ സി ഡിയും DC ഒക്കെ കണ്ടുപിടിച്ചു. FEM വാല്യൂവിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നതാണ് റൊട്ടേഷണൽ ഫാക്ടർ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറല്ല, റൊട്ടേഷണൽ ഫാക്ടറാണ് കാനീസ് മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ജോയിൻസ് ഒക്കെ എഴുതും. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇന്റർമീഡിയറ്റ് ജോയിൻസ് ആണ് എഴുതുന്നത്, ബിയും സിയും. നമ്മൾ തന്നെ BC എഴുതി, അതിൻ്റെ മെമ്പേഴ്സ് BEയും BCയും സിയിലെ CBയും CD ഒക്കെ എഴുതി. ഇനി നമ്മൾ അതിൻ്റെ KR എഴുതി. നമ്മൾ നേരത്തെ പോലെ തന്നെ I/L അത് ചെയ്താൽ മതി ഇവിടെ. അപ്പോൾ I/L അപ്പോൾ നമ്മുടെ AB ഒക്കെ എത്രയാ? ഇവിടെ I ആണ്, I/4 വരും BAക്ക്. BCക്ക് 2I/6. അപ്പോൾ 2/6 എന്ന് പറയുന്നത് 1/3 ആവും. അപ്പോൾ ഇവിടെ I/3 വരും. CDക്ക് I/4 തന്നെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ KR കംപ്ലീറ്റ് ഇവിടെ ഫില്ല് ചെയ്തു. KR ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ സിഗ്മ KR ഓരോ ജോയിൻറ്റിലെയും ടോട്ടൽ സമ്മ് നമ്മളിവിടെ എടുത്തു. I/4 + I/3 എന്നുള്ളത് നമുക്ക് 7I/12 എന്ന് വരും. നമുക്കിവിടെ I/3/I/4 രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 7I/12 രണ്ടും സെയിം തന്നെ. ഇവിടെ റൊട്ടേഷൻ ഫാക്ടറിന് ചെറിയ വ്യത്യാസമുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? KR/സിഗ്മ KR. ഇവിടെ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ -KR/2 × സിഗ്മ KR എന്ന് പറയുമ്പോൾ നമ്മൾ വാല്യൂയുടെ ഹാഫ് എടുക്കണം. ഒരു 1/2 കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ -KR/2 സിഗ്മ KR ചെയ്യണം. അപ്പോൾ /2 കൂടെ നമ്മളവിടെ ചെയ്യണം. അപ്പോൾ 7/12/I/4 അത് ചെയ്തതിന് ശേഷം ഇൻറ്റു ഒരു 1/2 കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് -3/14 എന്താണ് -0.214 എന്ന് കിട്ടും. ജസ്റ്റ് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് ഈ ഒരു ടേബിൾ നമ്മൾ കണ്ടുപിടിക്കണം. I/3/7 I/12 × 1/2. ഇവിടെ I/3 × 7 I/12 × 1/2. I/4 × 7 /7 I/12 × 1/2. അപ്പോൾ നമുക്ക് ഈ ടേബിള് ഫുള്ള് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് റൊട്ടേഷൻ ഫാക്ടർ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഹോൾ ബീം വരയ്ക്കാം. ബിയും സിയും ആണ് ഇന്റർമീഡിയറ്റ് ജോയിൻസ് അല്ലേ? നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന ജോയിൻസ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടറിൻ്റെ ടേബിളിൽ കൺസിഡർ ചെയ്ത ജോയിൻസ് ആണ് ബിയും സിയും. അപ്പം നമ്മൾ ബിയും സിൻ്റെ അവിടെ ഒരു ബോക്സ് വരയ്ക്കും. ആ ബോക്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് വരയ്ക്കും. ആൻഡ് ദെൻ കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനൊരു ബോക്സ് നമ്മൾ വരയ്ക്കാം. ഈ ബോക്സിന് ശേഷം ഇനി ഇതിൽ ഓരോ വാല്യൂസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ -1 സെക്കൻഡ്, സോറി മൗസ് സ്റ്റക്ക് ആയതാ. അപ്പം നോക്കാം, നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് A, ഈ -10 എന്ന് പറയുന്നത് MFAB ആണ്. എന്ന് പറയുമ്പം ഈ ലൈനിൻ്റെ ടോപ്പിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബീം ടോട്ടൽ വരച്ചത് A
ഡി വരെ, ബിയും സിയും സ്ഥലത്ത് നമ്മളൊരു ബോക്സ് വരച്ചു. അപ്പം നമ്മുടെ ഈ ലൈനിൻ്റെ ടോപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മുടെ FEM വാല്യൂസ് ആണ്. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് MFAB ആണ്. നമ്മുടെ MFAB നമുക്ക് എത്ര കിട്ടിയത്? -10. MFBA എന്ന് പറയുന്നത് +10. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് 10. ഇനി അടുത്ത് MFBC എന്ന് പറയുന്നത് -58.33. അതുപോലെ MFCB എന്ന് പറയുന്നത് +71.66. CD എന്ന് പറയുന്നത് -20യും MFDC എന്ന് പറയുന്നത് +20. അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ FEM വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഈ താഴെ ഈ വാല്യൂസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്തുള്ള വാല്യൂ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ BA ഈ ഒരു ബീം, ബി തൊട്ട് എ വരെയുള്ള BA ബീമിൻ്റെ നമുക്കിവിടെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? BA ബീമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് ഇത്. റൊട്ടേഷൻ ഫാക്ടർ -0.214. നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ചില്ലേ? BAക്ക് -0.214ഉം BCക്ക് -0.286. അപ്പം BAയുടെ അവിടെ നമ്മൾ എന്റെ സൈഡിലോട്ടുള്ള ബോക്സിൻ്റെ അവിടെ നമ്മൾ -0.214ഉം സിൻ്റെ അങ്ങോട്ടുള്ള ബോക്സിൽ -0.286ഉം എഴുതി. അതാണ് നമ്മൾ ഇവിടെ ഈ രണ്ട് സൈഡ്സിൽ നമ്മൾ വെച്ചാൽ ഔട്ടർ ബോക്സസിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ആണ്. ഇവിടെ നമ്മൾക്കൊന്നും എഴുതണ്ട, ബിക്കോസ് നമുക്ക് ബീൻ്റെ അവിടെ ഇങ്ങോട്ടൊരു ബീമോ ഇങ്ങോട്ട് താഴോട്ടൊരു ബീമോ ഇല്ല. ഇതൊരു ഫ്രെയിം അല്ല. ഫ്രെയിം വരുമ്പോഴാണ് ബാക്കി ബോക്സസ് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വാല്യൂ 0 ആണ്. നമ്മൾ ആ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ടോട്ടൽ അകത്തുള്ള വാല്യൂ, ഈ -48.3 എവിടെ നിന്ന് വന്നതാണ് അടുത്തറിയേണ്ടത്. അതെങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ 10 + 58.33 ഇതിൻ്റെ സമ്മാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. MFAB + MFBA ആ സമ്മാണ് ഇത് -48.33. നമ്മുടെ BAയും BCയിലെയും സമ്മാണ് നമ്മൾ അകത്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? MFCBയും MFCDയുടെയും സം എടുക്കണം. +71.66 -20 അതിൻ്റെ സം എടുക്കുമ്പം 51.66 എന്ന് വരും. അതിവിടെ നമ്മൾ അകത്ത് എഴുതി. ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഈ ഫുൾ സംഭവങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ എന്താണ്? ഈ ഔട്ടർ ബോക്സസ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഫാക്ടറാണ്. ഈ ഇന്നർ ബോക്സ് എന്ന് പറഞ്ഞാൽ MFAB + MFBC ഫിക്സഡ് മൊമെൻറ്റ്സിൻ്റെ സമ്മാണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ഈ വാല്യൂസിൻ്റെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നമ്മുടെ ഫോർമുലയാണ് റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു MFAB + MFBA + MAB + MBA. അപ്പം നമ്മൾ ഈ വാല്യൂ ഇങ്ങനെ ജസ്റ്റ് ഞാനൊരു ഇത് പറഞ്ഞുതരാം. നമ്മളിനി ഒരു ടേമാണ് കണ്ടുപിടിക്കുന്നത്, സ്മോൾ MBA സ്മോൾ MBC. അത് ആ ടേംസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു ടേബിളിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഞാൻ ഫുൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ഈ ടോട്ടൽ സം ഓഫ് MFAB + MBA. അതാണ് നമ്മൾ ഈ നടുക്ക് എഴുതിയിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ഈ ടോട്ടൽ സം പ്ലസ് MAB + MBA. MAB എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് അറ്റ് ABയും പിന്നെ ഇവിടെ ഉള്ള മൊമെൻറ്റും പ്ലസ് MBA ഈ ഇവിടെ ഉള്ള മൊമെൻറ്റും. സോറി, ഇവിടെ ഒരു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് MBA അല്ല, MCB ആണ്. സോ ഈ ഒരു ഫോർമുല നമ്മളിപ്പോൾ നോക്കണ്ട, ഇത് നോക്കണ്ട, ഞാൻ വേറെ ഫോർമുല തരാം. സോ നമുക്ക് താഴോട്ട് വരാം. ഞാൻ കറക്റ്റായിട്ട് അതെങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ MBC = MBA എന്ന് പറയുമ്പം ബീൻ്റെ സൈഡ് MBA = BC. കാരണം ടോട്ടൽ മൊമെൻ്റ് അറ്റ് B സെയിം അല്ലേ. അപ്പം നമ്മൾ MBA = MBC. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ആ സം പ്ലസ് MAB എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് പ്ലസ് MCB ആണ്. എന്ന് പറഞ്ഞാൽ ഈ CB ഇങ്ങോട്ടുള്ള ഈ ഇവിടുത്തെ വാല്യൂ ആയിട്ട് സം ചെയ്യണം. ഇതിലിപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നാം, കുറച്ചിത് ചെയ്യാനുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് ലൈവായിട്ട് ഇതെടുത്ത് നോക്കാം. എന്നാൽ ഞാൻ ഒന്നുകൊണ്ട് പറയുന്നത് ശ്രദ്ധിച്ചോ. MBC എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ഈ സം പ്ലസ് അതിൻ്റെ
ബി എയുടെ ഫാർ എൻഡിൽ എന്താ, ബിന്റെ ഫാർ എൻഡിൽ എവിടെയാ, എയും സിയും ആണ്. അപ്പൊ എയും സിന്റെയും ഇവിടെ ഉള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ ടോട്ടൽ അവിടെ കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പം നമ്മളിതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ എല്ലായിടത്തും 0 ആണ് എന്ന് അസ്യൂം ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അസ്യൂം MAB = MCB = 0. അപ്പോൾ ഇവിടെ 0, ഇവിടെയും 0. അപ്പോൾ അത് വെച്ച് നമ്മൾ ആദ്യത്തെ MBA കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ MBC = MBA ഇട്ടേക്കുന്നത് വെച്ചാൽ രണ്ടിനും ഫോർമുല ഒന്നാണ് എന്ന് പറയുമ്പോൾ BAയുടെ ഫോർമുലയും BCയുടെ ഫോർമുലയും ഒന്നാണ്. അതുപോലെ MCBയും CDയും കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല ഒന്നാണ്. അവിടെ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു ഈ ടോട്ടൽ സം ഇൻറ്റു സിൻ്റെ ഫാർ എൻഡിൽ ഏതൊക്കെയാണ്, ബിയും ഡിയും. അപ്പം എന്താണ്, MBC + MDC അതാണ് അവിടെ വരുന്നത്. മേ ബി പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പം എന്തായാലും നമ്മൾ ഈ ടേബിളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കല്ലേ. അതിന് മുന്നേ ഈ രണ്ട് ഫോർമുലയിലെ അതൊരു പേപ്പറിൽ എഴുതി റെഡിയാക്കി കയ്യിൽ വെച്ചു. കാരണം ആ ഫോർമുലയിൽ നമുക്ക് ഗ്ലാൻസ് ചെയ്യേണ്ടി വരും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ഇതുവരെയുള്ള ടേബിൾ വരച്ചല്ലോ. ഈ ടേബിൾ ഇനി എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. 1 മിനിറ്റ്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് MB, ഇത് നമ്മുടെ B ആണ് ഈ സെക്ഷൻ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ MB ഇവിടുത്തെ കണ്ടുപിടിക്കണം. MBA നമ്മൾ കണ്ടുപിടിക്കണം. MBA എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഫാക്ടർ ഇൻറ്റു നമ്മുടെ ഒരു പേപ്പറിൽ ഇത് എഴുതിക്കോ. റൊട്ടേഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, -0.214 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് -48.33 പ്ലസ് MAB. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് MAB ഒക്കെ 0 ആണ്. സോ ദിസ് ഇസ് 0 പ്ലസ് MCB. ഇവിടെ ഒന്നുമില്ല, ഇതുവരെ നമ്മളൊരു എത്തിയിട്ടില്ല. നമ്മുടെ ഐട്രേഷൻ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും 0 ആണ്. പ്ലസ് 0 ബ്രാക്കറ്റ് ക്ലോസ് = ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ആ വാല്യൂ എന്താണെന്ന്. അപ്പോൾ എന്താണ്, -2.14 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ -48.33 പ്ലസ് 0 പ്ലസ് 0. ഇനി നമ്മളിവിടെ ആദ്യം ഇവിടെ ഇങ്ങനെ എഴുതുമല്ലോ, ഒരു ബ്രാക്കറ്റിൽ എഴുതണം. പിന്നെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 10.343 അല്ലേ. കാൽക്കുലേറ്റർ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കും. എന്താ നമ്മൾ ചെയ്യേണ്ടത്, -2.14 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് -48.33 പ്ലസ് 0 പ്ലസ് 0. അപ്പം നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ MBA നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മൾ MBC കണ്ടുപിടിക്കണം. MBCയും സെയിം ഫോർമുല തന്നെയാണ് ഞാൻ പറഞ്ഞത്. റൊട്ടേഷണൽ ഫാക്ടർ ഇൻറ്റു സം പ്ലസ് MBA പ്ലസ് MBC ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ റൊട്ടേഷൻ ഫാക്ടർ ഡിഫറെൻ്റ് ആണ് MBCയിൽ വരുമ്പം. അപ്പം എന്താണ്, -2.86 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ സം -48.33 പ്ലസ് MAB ഇവിടെ 0 പ്ലസ് MCB ഇവിടെ തൽക്കാലം ഒന്നുമില്ല, 0. അപ്പം എന്താണ്, ആ വാല്യൂ നമ്മൾ എത്രയെന്ന് കണ്ടുപിടിക്കണം. ആ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 13.82 എന്ന് കിട്ടും അല്ലേ. നമ്മളിവിടെ ചെയ്തെന്ന് വെച്ചാൽ -2.86 ഇൻറ്റു -48.33 പ്ലസ് 0 പ്ലസ് 0. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് ചെയ്തപ്പോൾ നമുക്ക് 13.82 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ MBAയും കിട്ടി, MBCയും കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ MCB കണ്ടുപിടിക്കണം. MCB എങ്ങനെ കണ്ടുപിടിക്കും, MCB എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റൊട്ടേഷണൽ ഫാക്ടർ. MCBയുടെ റൊട്ടേഷണൽ ഫാക്ടർ -0.286 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് എന്താണ്, സിൻ്റെ ഫാർ എൻഡിൽ എന്താണ്, ബിയും ഡിയും.
up MBC. അപ്പോൾ നമ്മളിവിടെ MBC ഓൾറെഡി കണ്ടുപിടിച്ചു. സോ പ്ലസ് 13.82 പ്ലസ് MCD. MCD നമുക്ക് 0 ആണ്. നമുക്ക് ഓൾറെഡി MCDയിൽ ഇവിടെ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിക്സഡ് എന്താണ് വരുന്നതെങ്കിൽ അവിടുത്തെ DCയും ABയും ഒക്കെ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ -0.286 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് 31.82 പ്ലസ് 0 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി -18.71. അതാണ് നമ്മുടെ വാല്യൂ. നമ്മളിവിടെ -2.86 into 51.66 plus 13.81 plus 0. അപ്പം നമുക്ക് എന്താണ് MFCB കിട്ടി. അതേ സെയിം ഫോമിൽ തന്നെയാണ് CDക്ക് റൊട്ടേഷണൽ ഫാക്ടർ മാത്രം മാറ്റിയാൽ മതി. -0.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് 13.82 പ്ലസ് 0. അത് ചെയ്യുമ്പോൾ നമുക്ക് MFCD കിട്ടും, which is -14.01. അപ്പം നമുക്ക് ആ വാല്യൂ കിട്ടി. ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ ഈ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 വാല്യൂസ് എങ്കിലും ഈക്വൽ വരുന്നത് വരെ നമ്മൾ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യണം അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പിന്നെ ഈ വാല്യൂ ഒക്കെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്ന വാല്യൂസ് ആണ്. ഇപ്പോൾ 10.3 കുറേ പോവും, അത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം. അപ്പം നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് MBC നോക്കാം. ഇത് ഫിക്സ്ഡ് അല്ലാണ്ട് ഇവിടെ എപ്പോഴും 0 തന്നെ ആയിരിക്കും, ഇതും ഫുള്ള് 0 തന്നെ ആയിരിക്കും. അപ്പം MBC എന്നിവിടെ പറയുന്നത് -2.14. കാൽക്കുലേറ്ററിൽ അടിച്ചോ -2. കാരണം നമ്മൾ ഈ ഐട്രേഷൻസ് ഇനി എഴുതണമെന്നില്ല, ഇത് മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇനി എഴുതണം എന്നില്ല. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഐട്രേഷൻ 1 ഐട്രേഷൻ 2 ഐട്രേഷൻ 3 എന്ന് എഴുതിക്കോ. പക്ഷെ അത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. നമുക്കിത് എന്തായാലും ചെയ്യാൻ ടൈം എടുക്കും. സോ ഐ സജസ്റ്റ് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമുക്ക് ആ ടൈം ലാഭിക്കാൻ പറ്റും. സെക്കൻഡ് ഐട്രേഷൻ പോകാം. അതെങ്ങനെയാ -2.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് -48.33 പ്ലസ് MAB 0 പ്ലസ് MBC നമുക്ക് ഇവിടെ ഓൾറെഡി MCB നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് -18.71. അപ്പോൾ നമുക്ക് -18.71 ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് -0.214 പ്ലസ് 0 പ്ലസ് -48.33 പ്ലസ് 0 -18.71 ബ്രാക്കറ്റ് ക്ലോസ് ഈക്വൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും -14.35 MAB ആയി. അതുപോലെ MBC എന്ന് പറയുന്നത് -0.286 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് -48.33 പ്ലസ് 0 -18.71 പ്ലസ് -18.71 ആഡ് ചെയ്തപ്പം നമുക്ക് കിട്ടി എന്ത് 19.17. അതുപോലെ CBയിൽ പോകുമ്പം MCB എന്ന് പറഞ്ഞാൽ -0.286 ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് MBC എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട് 19.17 പ്ലസ് ഇവിടെ 0 ബ്രാക്കറ്റ് ക്ലോസ്. നമുക്ക് ആ വാല്യൂ ഇപ്പോൾ എത്ര കിട്ടും -20.26 കിട്ടി. അതുപോലെ ഇനി MCD കണ്ടുപിടിക്കണം. MCD എന്ന് പറഞ്ഞാൽ -0.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് MBC എന്ന് പറഞ്ഞാൽ 19.17 പ്ലസ് MCD എന്ന് പറഞ്ഞാൽ 0. സോ പ്ലസ് 0 ബ്രാക്കറ്റ് ക്ലോസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് -15.16 കിട്ടും. അതുപോലെ നമ്മളിനി തിരിച്ച് അപ്പം നമ്മുടെ സെക്കൻഡ് ഐട്രേഷനും കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ഐട്രേഷനിലോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം 10.34 പിന്നെ 14.35 കിട്ടി.
ഒട്ടും മാച്ച് അല്ല, വളരെ ദൂരെയാണ് രണ്ട് വാല്യൂസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഐറ്ററേഷൻ ചെയ്ത് നോക്കും. അടുത്ത ഐറ്ററേഷൻ ചെയ്യുമ്പം അത് സെയിം രീതിയിൽ -0.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് -48.33 പ്ലസ് MAB 0 പ്ലസ് MCB -20.26 ബ്രാക്കറ്റ് ക്ലോസ്. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും. ഈക്വൽ ടു അടിക്കുമ്പം നമുക്ക് കിട്ടിയ വാല്യൂ -14.678. ഇനി നമ്മൾ MBC അതുപോലെ കണ്ടുപിടിക്കണം. അതെന്താണ്? നമ്മൾ റൊട്ടേഷൻ ഫാക്ടർ മാത്രം മാറ്റിയാൽ മതി. -0.286 ഇൻറ്റു -48.33 പ്ലസ് 0 പ്ലസ് -20.26 ബ്രാക്കറ്റ് ക്ലോസ്. നമുക്ക് കിട്ടുന്ന വാല്യൂ 19.616. ഓക്കെ, ഇവിടെ നോക്കിയാൽ കൈൻഡ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ആൻസർ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ സിയിൽ പോയി. CB എന്ന് പറയുന്നത് -0.286 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 പ്ലസ് MBC എന്ന് പറഞ്ഞാൽ 19.616 പ്ലസ് 19.616 പ്ലസ് 0 ഈക്വൽ ടു നിൽക്കുമ്പോൾ -20.385 കിട്ടും. അതേ സെയിം ഇത് -0.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 51.66 ഇൻറ്റു ഇൻറ്റു അല്ല പ്ലസ് 19.616 പ്ലസ് 0 ചെയ്തിട്ട് ഈക്വൽ ഇട്ടോടെ നമുക്ക് -15.253 കിട്ടും. അപ്പം ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മുടെ ഐട്രേഷൻസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? -0.214 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് -48.33 പ്ലസ് 0 പ്ലസ് -20.385 ചെയ്യുമ്പം നമുക്ക് 14.705 കിട്ടി. ഇത് രണ്ട് ഡെസിമൽ പോയിന്റ് വരെ സെയിം ആയിട്ടില്ല. അപ്പം നമ്മൾ ഇനി ഐറ്ററേഷൻ കണ്ടിന്യൂ എന്തായാലും ചെയ്യണം. അതെ, അപ്പം നമുക്ക് ഈ കിട്ടിയ നേരത്തെ എടുത്ത ഇക്വേഷൻ അടുത്ത ഇക്വേഷൻ പറഞ്ഞാൽ -0.286 ഇൻറ്റു -48.33 പ്ലസ് 0 -20.385 ചെയ്യുമ്പോൾ നമുക്ക് -19.652 വന്നു. അതുപോലെ നമ്മൾ BCയും CDയും ഒക്കെ കണ്ടിന്യൂ ചെയ്യണം. സോ ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ വാല്യൂസ് കിട്ടിയതിന് ശേഷം പോസ് മാറ്റാം. സോ നമ്മൾ നെക്സ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ഐറ്ററേഷനിലെത്തി. ഈ ഐറ്ററേഷൻ നമ്മൾ നോട്ടീസ് ചെയ്തു 2 ഡെസിമൽ പോയിന്റ് വരെ ഇവിടെ സെയിം ആണ്. നോക്കുക, 14.705ഉം 14.707. നമുക്ക് 2 ഡെസിമൽ പോയിന്റ് വരെ സെയിം ആയാൽ മതി. ഇവിടെ തന്നെ നമ്മളിങ്ങനെ 3 ഡെസിമൽ പോയിന്റ് വയ്ക്കണമെന്നില്ല. തുടക്കത്തിൽ തന്നെ 2 ഡെസിമൽ പോയിന്റ് വരെ എടുത്താലും മതി. അപ്പം നമുക്ക് 14.70യും 14.70 ഇവിടെ ഓക്കെ ആയി. 19.65 19.65 ഓക്കെ. CBയുടെ അവിടെ -20.39 -20.39 ഓക്കെ. -15.26 -15.26 ഇവിടെ 1 തന്നെ വന്നു. 15.261 -15.261. ലാസ്റ്റ് 2 ഐറ്ററേഷൻ വാല്യൂ സെയിം വരുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അഥവാ കുറേ നിങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ഒരു മാക്സിമം ഒരു 7-8 ഐറ്ററേഷൻ കിട്ടില്ലെങ്കിൽ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോ, വലിയ കുഴപ്പമൊന്നും. വാല്യൂസ് ക്ലോസ് ആണ് എന്നാൽ സ്റ്റോപ്പ് ചെയ്തോ. പിന്നെ വലിയ എറർ ലൈക്ക് ഡെസിമൽ പോയിന്റിലെ വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോ, വലിയ എറർ ഒന്നും വരത്തില്ല. കാരണം ഇത് ഓൾറെഡി ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ മെത്തേഡിൽ വരയ്ക്കുന്നത് ഒരു ടേബിളാണ് നമ്മുടെ മൊമെന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ മെമ്പേഴ്സ് എല്ലാം എഴുതും. MBA MBA AB BA BC CB CD TC ഒക്കെ നമ്മൾ എഴുതും. ഒരു പോസ് ചെയ്ത് വെച്ച് ഞങ്ങൾ ടേബിൾ വരയ്ക്കാം. 1 2 3 4 5 റോസ് ആൻഡ് ഇത്രയും കോളംസ് എല്ലാ മെമ്പേഴ്സ് എഴുതാൻ പറ്റുന്ന ഒരു കോളം വരയ്ക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് FEM വാല്യൂസ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ എല്ലാ ടേബിളിനെയും കറസ്പോണ്ടിങ് FEM വാല്യൂസും ഫില്ല് ചെയ്യുക. ഇതുവരെ ഫില്ല് ചെയ്യുക. വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് ഇത്രയും ഫില്ല് ചെയ്യുക ഈ ടേബിൾ വരച്ച്. നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 2M AB. അതെന്ന് പറയുമ്പോൾ നിയർ എൻഡിലുള്ളതാണ്. AB എന്ന് ഇവർ നിയർ എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മൾ ഇവിടെ കിട്ടിയ വാല്യൂസ് ആണ് നമ്മുടെ എ ബി എന്ന് പറഞ്ഞാൽ സ്മോൾ എം എ ബി. അപ്പം ഇവിടെ എ ബി എന്ന് പറയുന്നത് ഫുൾ 0, ബി എ എന്ന് പറയുന്നത് എന്താണ് അപ്പം 14.70യും ബി സി എന്ന് പറയുന്നത് 19.65ഉം സ്മോൾ എം സി ബി എന്ന് പറയുന്നത് 20.39ഉം സ്മോൾ എം സി ഡി എന്ന് പറയുന്നത് -15.26ഉം ഡി സി എന്ന് പറയുന്നത് 0യും ആണ്. അല്ലേ, നമ്മൾ ഈ കണ്ടുപിടിച്ചൊക്കെ സ്മോൾ എം ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. നമ്മളിനി നമ്മുടെ ആക്ച്വൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്മോൾ എം എ ബി നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഞാൻ ബ്രാക്കറ്റ് നിയറിൻ്റെ എഴുതിയത്. വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എ ബിയുടെ തന്നെ കറസ്പോണ്ടിങ് സ്മോൾ എം. പിന്നെ ഇവിടെ 2 MAB എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് കിട്ടിയ വാല്യൂ ഇൻറ്റു 2 നമ്മൾ ചെയ്യണം. അപ്പം എന്താണ് എ ബി എന്ന് പറഞ്ഞാൽ 0 ആണ് ഇവിടെ, അല്ലേ? അപ്പം നമ്മുടെ എ ബിയുടെ ഇവിടുത്തെ വാല്യൂ 0 ആണ്. സോ നമുക്ക് 2AB എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0. അതുപോലെ ബി എയിൽ വരുമ്പം ബി എയുടെ വാല്യൂ എന്താണ് 14.70 ആണ്. അപ്പോൾ 2 ഇൻറ്റു 14.70 എന്ന് എടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് 71 എടുക്കാം. അത് അവർ റൗണ്ട് ഓഫ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് 707 എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ, അതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്ത് 701 ആക്കിയതാണ്, 71 ആക്കിയതാണ്. ഇറ്റ്സ് നോട്ട് നെസസറി അങ്ങനെ എടുക്കണം എന്ന്. നെക്സ്റ്റ് നമ്മൾ ബി സി എടുക്കുന്ന എന്താണ് 19.65. അപ്പം എന്താണ് 2 ഇൻറ്റു 19.65. ഇവിടെ തേർഡ് എടുക്കണമെന്നില്ല, സോ റിലാക്സ്. നെക്സ്റ്റ് സി ബിയുടെ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് 2 ഇൻറ്റു സി ബിയുടെ വാല്യൂ -20.39. അതുപോലെ സി ഡിയുടെ വാല്യൂ 2 ഇൻറ്റു -15.26. ഡി സിയുടെ അവിടെ 0 ആണ്, സോ 2 ഇൻറ്റു 0. ഇപ്പം നമ്മുടെ ഈ ഒരു ടേബിൾ നമ്മൾ ഫിൽ ചെയ്തു, അല്ലേ? 2MABയുടെ ടേബിൾ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 2MBയുടെ ടേബിളാണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഫാർ എൻഡ്. ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ബി എ, അതാണ് അതിൻ്റെ ഫാർ എൻഡ്. എ ബിയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി എ ആണ്. ദാറ്റ് മീൻസ് ബി എയുടെ വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ എ ബിയുടെ അവിടെ എഴുതേണ്ടത്. എന്നിട്ട് എ ബിയുടെ വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ ബി എയുടെ അവിടെ എഴുതേണ്ടത്. ഇത് നേരെ ഇത് നോക്കി എഴുതി വെച്ചേക്കരുത്, കാരണം ഇവിടെ നമ്മൾ ഡബിൾ ആ കണ്ടുപിടിക്കുന്നത്. സോ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഡയറക്റ്റ് പിന്നെയും ഈ ടേബിളിൽ നോക്കുന്നത് നല്ലത്. ഇത് എ ബിയുടെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ബി എ ആണ്. ബി എയുടെ വാല്യൂ 14.71 ആയിട്ട് എഴുതി. എ ബിയുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് അത് ബി എയിൽ 0 ആയി. അതുപോലെ ബി സിയിൽ വരുമ്പം എന്താണ് ബി സിയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് സി ബി ആണ്, അതുകൊണ്ട് നമ്മൾ സി ബിയുടെ വാല്യൂ എഴുതണം. സി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് -20.396. അതാണ് നമ്മൾ എഴുതുന്നത് ബി സിയുടെ താഴെ എഴുതേണ്ടത്. അതുപോലെ സി ബിയുടെ താഴെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബി സിയുടെ വാല്യൂ വേണം എഴുതാൻ. ബി സിയുടെ വാല്യൂ 19.655. അത് നമ്മൾ അവിടുത്തെ ഫിൽ ചെയ്തു. അതുപോലെ സി ഡിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡി സിയുടെ വാല്യൂ ആണ് ഫിൽ ചെയ്യേണ്ടത്, വിച്ച് ഇസ് 0. ആൻഡ് ഡി സിയിൽ സി ഡിയുടെ വാല്യൂ ആണ് ഫിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് -15.261. ഇതുവരെ നമ്മൾ ടേബിൾ ഫിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ FEM 2MAB + MBA ഇത്രയും നമ്മൾ ഫുൾ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഗർ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. I hope you understood this problem. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.